ഇന്ന് ഞങ്ങൾ പോകുന്നത് 1865 54 ഏക്കറിൽ 49 ബിൽഡിങ്സ് ആയിട്ട് പണി കഴിപ്പിച്ച ഹിൽ പാലസ് മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഫാസിൻ്റെ ഉമ്മയും വാപ്പയാണ്. അപ്പോൾ അവരൊരു ആഗ്രഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് വലിയ ആൾക്കാർക്ക് 50 രൂപയും കുഞ്ഞു കുട്ടികൾക്ക് 10 രൂപയും കാർ പാർക്കിങ്ങിനായിട്ട് 30 രൂപയുമാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോ റൂമുകളായിട്ടാണ് അവർ തരംതിരിച്ചിരിക്കുന്നത്. ഓരോ റൂമിലും ഓരോ രാജാക്കന്മാരുടെ ഡീറ്റെയിൽസും അവരുപയോഗിച്ചിരുന്ന വാള്, അവരുടെ ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്, പെയിൻറ്റിങ്സ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഉള്ളിലോട്ട് കയറിയില്ല. പുറത്ത് തന്നെ ഒരു തണലത്തിരുന്ന് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് മണിച്ചിത്രത്താഴ് മൂവിയാണ് കേട്ടോ ഓർമ്മ വന്നത്. കാര്യം ഈ ഒരു കൊട്ടാരം കൂടുതൽ ഫേമസ് ആയത് ആ ഒരു മൂവിയിലൂടെയാണ്. അപ്പോൾ അതിലൂടെ ഗംഗ നടന്നിരുന്ന ആ ഒരു വരാന്തയും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഓരോ സ്ഥലത്തും രാജാക്കന്മാരുടെയും കൊട്ടാരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളിങ്ങനെ വായിച്ച് പതിയെ താഴോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ്. ഈ ഒരു ഇടനാഴി എല്ലാവർക്കും മണിച്ചിത്രത്താഴ് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഓർമ്മയുണ്ടാവും. ആ മൂവിയിൽ അവർ കൂടുതലും കുളത്തിലേക്കൊക്കെ പോകുന്ന വഴി കാണിക്കുന്നതൊക്കെ ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു വഴി കയറി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേറെ ചെറിയ ചെറിയ ബിൽഡിങ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലും അവർ യൂസ് ചെയ്തിരുന്ന മറ്റേ വാളും പരിചയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ചും കൂടെ നടന്നു വരുമ്പോൾ ഡിയർ പാർക്ക് ഉണ്ട്. അവിടെ ഒത്തിരി മാനുകളുണ്ടായിരുന്നു. അങ്ങനെ അതിനെയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉമ്മിക്ക് ഊഞ്ഞാല കണ്ടപ്പോൾ ഊഞ്ഞാല ആടാനായിട്ട് ഭയങ്കര ആഗ്രഹം. അവാവ് അത് കണ്ട് ഉമ്മിനെ കളിയാക്കുമായിരുന്നു. അവാവെന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഫാസിൻ്റെ വാപ്പയാണ്. അങ്ങനെ ആദ്യം ഇരുത്തി ഉമ്മി കുറച്ച് നേരം ആട്ടി. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് നടന്നു. നല്ല ചൂടാണ് കേട്ടോ ഗൈസ്. ആകെ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മാത്രമാണ് കുറച്ച് ആശ്വാസമായത്. അവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പതിയെ ചായ കുടിക്കാനായിട്ട് നല്ല പഴംപൊരിയും ചായയും കിട്ടുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങൾ സോഡ ലൈമും അവാവ ചായയും പഴംപൊരിയൊക്കെ കുടിച്ച് പതിയെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.